ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് പാൽപ്പത്തിരിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് പാൽപ്പത്തിരി ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്, ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിൽ ഓരോ ദോശ ചുട്ടെടുക്കാം. അങ്ങനെ ഇതെല്ലാതും ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൽ 12 ദോശയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നാൽ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, എടുത്ത് മാറ്റാം. ഇനി കുറച്ച് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ നെയ്യിലിട്ട് വറുത്തെടുക്കുമ്പോൾ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതും എടുത്ത് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. 2 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിലാണ് പാൽപ്പത്തിരി സെറ്റാക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പത്തിരി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ പത്തിരിയും ഒരു 1/4 ഭാഗം, കേക്ക് ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം ആവുന്ന വരെ ഓരോ പത്തിരി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ 1/4 ഭാഗമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കേക്ക് ടിന്നെ ഇറക്കി വെച്ചിട്ട് സാധാരണ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് ചെയ്തെടുത്തത്. 3/4 മണിക്കൂർ ആകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ പാൽപ്പത്തിരി തയ്യാറാക്കുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്താൽ മതി. ഞാനിതൊരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ആരും ചെയ്യരുത്, കാരണം അതത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കണ പോലെ തന്നെ ബേക്ക് ചെയ്തെടുത്താൽ മതി. 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിലും കൂടുതൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യരുത്. ഈ ഒരു ലാസ്റ്റ് കാണിച്ച ഒരു മെത്തേഡിൽ ആരും ചെയ്യരുത്. അത് പാളിപ്പോയി. എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ 45 മിനിറ്റ് ആയിട്ട് ഞാൻ എടുത്തതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ പോലെ തന്നെ അടിയിൽ കുറച്ച് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത കാരണമാണ് അങ്ങനെ ആയത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് വിടിയിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്, ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യേണ്ടതെന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്